പരിശുദ്ധമായ ബദർ ദിനം, ബദർ അല്ലെങ്കിൽ ബദരീങ്ങൾ, ഈ വാക്കുകൾ കേൾക്കാത്ത ഒരു മുസ്ലിം പോലും ഉണ്ടാവില്ല. നമുക്കൊന്ന് പരിശോധിക്കാം, എന്താണ് ബദർ? ആ ബദർ എന്ന് പറയുന്ന പേരിൻ്റെ പിറകിലുള്ള രഹസ്യം എന്താണ്? ആരാണ് ബദരീങ്ങൾ? തുടങ്ങിയ ഒരുപാട് ചർച്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി കേൾക്കാം. എന്താണ് ബദർ യുദ്ധം? ആ ബദർ യുദ്ധം നടക്കാനുള്ള കാരണം എന്താണ്? അതിൻ്റെ പുറകിലുള്ള വളരെ ആകർഷണീയമായ, ആകാംക്ഷയുണ്ടാക്കുന്ന, ആ അത്ഭുതപ്പെടുത്തുന്ന ചരിത്രങ്ങൾ നമുക്കൊന്ന് ചെറുതായി പരിചയപ്പെടാം. ബദർ ദിനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നിത്യമാക്കേണ്ട ബദരീങ്ങളുടെ നാവിൽ തുമ്പിൽ നിന്ന് വന്ന ഒരുപാട് ദിക്റുകളുണ്ട്. ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ 3 ദിക്റുകൾ നമുക്ക് പരിചയപ്പെടാം. ആ ദിക്റുകൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നോ അത്രമാത്രം വിജയങ്ങൾ നമുക്കുണ്ടാകും. ഏതൊക്കെയാണ് ആ ദിക്റുകൾ? പരിശുദ്ധമായ റമളാനിൽ കടന്നു വരുന്ന ഈ ബദർ ദിനം, ആ ബദർ ദിനത്തിൽ നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും പറയേണ്ടതുമായ ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ലോക മുസൽമാന് അല്ലാഹു തആല ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമളാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമളാനിലേക്ക് പ്രവേശിച്ച് റമളാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയി. രണ്ടാമത്തെ 10ലേക്ക്, മഗ്ഫിറത്തിൻ്റെ 10ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മഗ്ഫിറത്തിൻ്റെ ഓരോ ദിനങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ആ ഒരു ദിക്ർ നമ്മളാരും മറന്നു പോവാൻ പാടില്ല. പരിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ 10ലെ പ്രധാനപ്പെട്ട ഒരു സുദിനമാണ് ബദർ ദിനം. ബദർ അല്ലെങ്കിൽ ബദരീങ്ങൾ എന്ന വാക്കുകൾ കേൾക്കാത്ത ഒരു മുസ്ലിം പോലും ഉണ്ടാവില്ല. ഒരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ അവൻ ബദർ എന്താണെന്നും ബദരീങ്ങൾ ആരാണെന്നും ഒക്കെ അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ്. ഇൻഷാ അല്ലാ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്ന് സംസാരിക്കാം. ബദർ അത് പരിശുദ്ധമായ ഇസ്ലാമിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ കൊടിപാറിച്ച യുദ്ധമായിരുന്നു. യുദ്ധം എന്നല്ല, ബദർ യുദ്ധം എന്നല്ല പറയേണ്ടത്, ഒരു ബദർ പോരാട്ടമായിരുന്നു. അതായത് ശത്രുക്കളെ തടഞ്ഞു നിർത്തുക, അവരുടെ ആക്രമണത്തിൽ നിന്നും സ്വയരക്ഷ നേടുക എന്ന ഒരു കാര്യമാണ് അവിടെ നടന്നത്. അല്ലാതെ നമ്മുടെ ഇന്നത്തെ കാലത്ത് യുദ്ധം എന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്താണോ വരുന്നത്, ബോംബിടുക, അതുപോലെ തന്നെ വെടിവെച്ച് എല്ലാവരെയും കൊല്ലുക, അല്ലെങ്കിൽ വാളുകൊണ്ട് എല്ലാവരെയും വകവരുത്തുക, ആ ഒരു രൂപമല്ലായിരുന്നു ഈ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇൻഷാ അല്ലാ അതിലേക്കൊക്കെ നമുക്ക് കടന്നു വരാം. ആദ്യം തന്നെ എന്താണ് ബദർ? ഇവിടെ മഹാന്മാർ പറയുന്നു, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് ബദർ എന്നുള്ളത്. മക്കയിൽ നിന്നും ഏകദേശം 320, മദീനയിൽ നിന്നും 156 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ബദർ എന്ന് പറയുന്ന ഗ്രാമം നിലനിൽക്കുന്നത്. ഈ ഗ്രാമത്തിന് ബദർ എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ഇവിടെ മഹാന്മാർ, ചരിത്രകാരന്മാർ പറയുന്നു, ആ സ്ഥലത്ത്, ആ ഗ്രാമത്തിൽ ബദർ എന്ന് പേരുള്ള ഒരു സ്വാത്വികനായ ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു. ആ മനുഷ്യൻ്റെ സ്മരണാർത്ഥം അവിടെ ഒരു കിണർ നിർമ്മിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ ആ ഒരു സ്ഥലത്തിന് ബദർ എന്ന് പേര് വെക്കപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാം. മാത്രമല്ല, അറബികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു അന്നത്തെ കാലത്ത് ഈ ബദർ എന്ന് പറയുന്ന സ്ഥലം, ആ പ്രദേശം. മക്ക, മദീന, ഷാം തുടങ്ങിയ നാടുകളിൽ നിന്നും ഒരുപാട് കച്ചവടക്കാർ പരിശുദ്ധമായ ദുൽഖഅദ് മാസം 8-ാം തീയതി ഈ ബദർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു വരികയും അവിടെ ഒരുമിച്ച് കൂടി ഒരു ട്രേഡ് ഫെസ്റ്റിവൽ, ഒരു വ്യാപാര സമ്മേളനം, ഒരു വ്യാപാര പെരുന്നാൾ നടത്തിയിരുന്നു അന്നത്തെ കാലത്ത് ഈ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ബദർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മളിവിടെ പറഞ്ഞു. ബദർ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് വരാനുള്ള കാരണം ഒരു മനുഷ്യൻ, ബദർ എന്ന പേരുള്ള ഒരു മനുഷ്യൻ അവിടെ താമസിച്ചിരുന്നു, അതൊക്കെയാണ്. ഇനി നമുക്ക് എന്താണ് ബദർ, ബദർ യുദ്ധം എങ്ങനെയാണ് നടന്നത് എന്നതിലേക്ക് ചെറുതായിട്ടൊന്ന് സംസാരിക്കാം. അതായത്
സത്യവും അസത്യവും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും, ന്യായവും അന്യായവും, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള സംഘട്ടനമായിരുന്നു ബദർ എന്നുള്ളത്. സാധാരണ നമ്മൾ ബദർ എന്ന് പറയുമ്പോൾ അതിലേക്ക് ചേർത്ത് പറയുന്നൊരു വാക്കാണ് ബദർ യുദ്ധം എന്നുള്ളത്. നമുക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കാം, ബദർ യുദ്ധം. മക്കയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായിട്ടായിരുന്നു ആദ്യകാലത്ത് പ്രബോധനം നടത്തിയിരുന്നത്. അങ്ങനെ രഹസ്യമായി പ്രബോധനം നടത്തിയപ്പോൾ ആ പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ് മഹദിയായ സുമയ്യ ബീവിയും അതുപോലെ മഹാനായ യാസർ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകൾ. ഇവരൊക്കെ മക്കയിൽ അന്നുണ്ടായിരുന്ന വലിയ മുതലാളിമാരുടെ അടിമകളായിരുന്നു. 13 വർഷം കൊടും പീഡനങ്ങളായിരുന്നു ഇവർ ഏറ്റുവാങ്ങിയത്. തിരിച്ചടിക്കാനോ അതുപോലെ എന്തെങ്കിലും തിരിച്ച് മറുത്തൊന്ന് പറയാനോ അർഹതയില്ലായിരുന്നു. മാത്രമല്ല പരിശുദ്ധമായ ഇസ്ലാം അതിന് അവർക്ക് അനുവാദവും കൊടുത്തിരുന്നില്ല. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഷഹീദാണ്. അതുപോലെ തന്നെ യാസർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. എത്രയോ ക്രൂരമായ പീഡനങ്ങൾ, അതിലേക്കൊന്നും കടക്കുന്നില്ല. 13 വർഷം കൊടും പീഡനങ്ങളാണ് മുസ്ലിമീങ്ങൾ ആ മക്ക ജീവിതകാലത്ത് ഏറ്റുവാങ്ങിയത്. ആ സമയത്ത് പരിശുദ്ധമായ ഖുർആനിലൊക്കെ അല്ലാഹു തആല ആയത്ത് പറയുന്നത് കുഫു ഐദിയക്കും വഖീമുസ്സലാ, നിങ്ങളോട് അക്രമം കാണിക്കുന്ന ഈ മക്കയിലെ മുശ്രിക്കീങ്ങളോട് തിരിച്ച് നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, അവരെ നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യാനും നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കൈകൾ അടക്കി വെക്കുക, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, നിങ്ങൾ ആത്മസംയമനം പാലിക്കുക എന്നാണ് ആ സമയത്തെല്ലാം അല്ലാഹു തആല ഖുർആനിലൂടെ അന്നുണ്ടായിരുന്ന വിശ്വാസികളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞുപോയി. ഒരു ദിവസം മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, നബിയെ ഞങ്ങൾക്കിനി പറ്റുന്നില്ല നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണം. ഞങ്ങളുടെ യജമാനന്മാർ ഞങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ. ഞങ്ങൾക്ക് വേണ്ടി താങ്കളൊന്ന് ദുആരക്കണമെന്ന് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ചില സ്വഹാബിമാർ വന്ന് പറയുകയാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖബ്ബാബ്, ഇതൊക്കെ ഒരു പരീക്ഷണമാണോ? നമുക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ അവരെയും അവരിൽ വിശ്വസിച്ച ചില ആളുകളെയും അന്നുണ്ടായിരുന്ന ശത്രുക്കൾ ചെയ്തത് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. എന്താണ്? ഈർച്ചവാള് കൊണ്ട് തല മുതൽ കാല് വരെ ഈർന്നു കളഞ്ഞ ആളുകളായിരുന്നു. അത്രമാത്രം വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരായിരുന്നു മുൻകാലങ്ങളിലെ പ്രവാചകന്മാർ. തീർന്നില്ല, അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചീപ്പ് കൊണ്ട് ശരീരം മുഴുവനും ഈരുകയും തൊലികൾ മുഴുവനും പറിച്ചെടുക്കുകയും ചെയ്ത അത്രമാത്രം ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഏറ്റുവാങ്ങി പരിശുദ്ധമായ ദീനിൻ്റെ കാവൽ ഭടന്മാരായി മാറിയ ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത് എന്ന് വീണ്ടും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ 13 വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറയുകയാണ്, നബിയെ മതി, ഇനി നിങ്ങൾ മദീനയിലേക്ക് പോവുക, ഹിജ്റ പോവുക. അതിനു മുമ്പ് ഒരുപാട് പീഡനങ്ങളേറ്റു, ഒരുപാട് ശത്രുക്കൾ, ഒരുപാട് എന്തെല്ലാം ഉപദ്രവിക്കാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മക്കയിൽ നിന്നും അവർ ഹിജ്റ പോവുകയാണ് മദീനയിലേക്ക്. മദീനയിൽ അവർ വന്നു, മക്കയിലെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് അവർ മദീനയിലേക്ക് കടന്നു വരികയാണ്. മദീനയിൽ വന്നു അവരിങ്ങനെ അവരെ അൻസ്വാരിയങ്ങളായ സ്വഹാബിമാർ, മുഹാജിരീങ്ങളായ ഹിജ്റ ചെയ്തു വന്ന സ്വഹാബിമാരെയൊക്കെ സ്വീകരിച്ചു. അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തു, ഒരുപാട് ഭക്ഷണങ്ങൾ കൊടുത്തു, താമസ സ്ഥലം കൊടുത്തു. അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ മക്കയിലേക്ക് കടന്നു വന്ന് 2 വർഷം കഴിയുന്നതിന് മുമ്പേ അതാ രാത്രിയിലും മക്കയിൽ ചില ആളുകൾ വന്ന് മദീനയിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. വീണ്ടും അവർ മദീനയിൽ വന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ കൃഷി നശിപ്പിക്കുന്നു, അവരുടെ മറ്റ് സാധന സാമഗ്രികളെല്ലാം നശിപ്പിച്ചു കളയുന്നു. മക്കക്കാരായ ചില ആളുകൾ മദീനയിൽ വന്നിട്ട് രാത്രികാലങ്ങളിൽ ചെയ്യുന്ന പരിപാടിയാണിത്. ഇതെല്ലാം വീണ്ടും അവർ സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. അങ്ങനെയാണ് അബൂ സുഫിയാൻ എന്ന് പറയുന്ന
അന്ന് മക്കയിലെ കുഫാരിങ്ങളുടെ നേതാവാകുന്ന ആ മനുഷ്യൻ അദ്ദേഹം ആ സ്വത്തുക്കളുമായിട്ട് ഷാമിലേക്ക് കച്ചവടത്തിനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് കച്ചവടത്തിന് പോകുന്നത്? മക്കയിൽ വെച്ച് ഈ മുസ്ലിമീങ്ങളായ ആളുകളുടെ സമ്പത്തുകൾ കൊള്ളയടിച്ചല്ലോ, ആ കൊള്ളയടിച്ച സമ്പത്തും അതുപോലെ തന്നെ മക്കക്കാരായ ആളുകൾ മദീനയിലേക്ക് വന്നപ്പോൾ, മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ മക്കയിൽ ഉപേക്ഷിച്ച അവരുടെ സമ്പത്തെല്ലാം കൈക്കലാക്കിക്കൊണ്ട് അബൂ സുഫിയാനും കച്ചവട സംഘവും കച്ചവടത്തിന് വേണ്ടി വലിയ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി എങ്ങോട്ട് ഷാമിലേക്ക് പോകുന്നുണ്ട് എന്ന വാർത്ത മദീനയിൽ ഇങ്ങനെ പരക്കുന്നു. നബി തങ്ങളുടെ അടുക്കലെത്തി. ആ സമയത്ത് അള്ളാന്റെ റസൂല് സ്വഹാബിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, അത് നമ്മുടെ സമ്പത്താണ്, അത് നമുക്ക് തിരിച്ചു വാങ്ങണം. അത് നമ്മുടെ സമ്പത്താണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തല്ലേ, അത് കൊള്ളയടിച്ചുകൊണ്ടാണ് ഈ കച്ചവട സംഘം പോകുന്നത്, അവർ കൊള്ള ലാഭം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമുക്ക് തിരിച്ചു വാങ്ങണമെന്ന ആ വലിയ തീരുമാനം അവർക്കുണ്ടായി. അങ്ങനെ അവർ പുറപ്പെടുകയാണ്. എങ്ങോട്ട്? ബദറിലേക്ക് പുറപ്പെടുകയാണ്. കാരണം ഷാമിൽ നിന്നും തിരിച്ച് ബദർ വഴിയാണ് അവർ കച്ചവട സംഘം മക്കയിലേക്ക് പോകുന്നത്. ആ സമയത്ത് ബദറിൽ വെച്ച് ഇവരുടെ സമ്പത്ത് തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടി എങ്ങോട്ട് പോവുകയാണ്. അതായത് ഒരു യുദ്ധത്തിന് പോകുന്നതല്ല, ഒരു യുദ്ധത്തിന്റെ ഒരു ചിന്ത പോലും ആ സമയത്തില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുറച്ച് സ്വഹാബിമാരും അതാ ബദറിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നവർ തമ്പടിക്കുന്ന സമയത്താണ് ഈ മുസ്ലിമീങ്ങളായ ആളുകൾ ബദറിൽ വന്നിട്ടുണ്ട് എന്ന വാർത്ത ആരറിയുന്നത്? അബൂ സുഫിയാൻ അറിയുന്നത്. ആ സമയത്ത് അബൂ സുഫിയാൻ എന്ത് ചെയ്തു? ഷാമിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ബദർ വഴി വരാതെ ചെങ്കടൽ തീരത്തിലൂടെ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ സ്വസ്ഥമായിട്ട് അബൂ സുഫിയാനും കച്ചവട സംഘവും മക്കയിലേക്ക് എത്തുകയാണ്. മക്കയിലെത്തിയപ്പോൾ ഈ അബൂ സുഫിയാന്റെയും കച്ചവട സംഘത്തെയും ആക്രമിക്കുന്നതിന് വേണ്ടി മുസ്ലിമീങ്ങൾ ബദറിൽ വന്നിട്ടുണ്ട് എന്ന വാർത്ത മക്കയിൽ അറിയുകയും അബൂജഹലും കൂട്ടരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബിമാരെയും യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി, അവരോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഒരു വലിയ പട തന്നെ, വലിയ സൈന്യത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. അവരിങ്ങനെ മക്കയിൽ നിന്നും പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് അബൂ സുഫിയാനും കച്ചവട സംഘവും യാതൊരു പോറൽ പോലും ഏൽക്കാതെ ചെങ്കടൽ തീരത്തിലൂടെ എങ്ങോട്ട് മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. ആ സമയത്ത് അബൂ സുഫിയാൻ പറഞ്ഞു, നമ്മളേതായാലും ഇവിടെ എത്തിയില്ലേ, ഇനി യുദ്ധമൊന്നും വേണ്ട. ആ സമയത്ത് അഹങ്കാരിയായ അബൂജഹൽ പറഞ്ഞു, അങ്ങനെയല്ല, മുഹമ്മദിനെ വെറുതെ വിടാൻ പാടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വലിയ സൈന്യത്തോടൊപ്പം അതാ കടന്നു വരികയാണ്. എങ്ങോട്ട്? പരിശുദ്ധമായ ബദറിലേക്ക്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി. അവന്റെ മനസ്സിൽ ഇപ്പോഴും പകയാണ്, മുസ്ലിമീങ്ങളോടുള്ള പകയാണ് അവന്റെ മനസ്സിലുള്ളത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഏകദേശം 313 സ്വഹാബിമാരാണുള്ളത്. 70 ഒട്ടകങ്ങൾ, 2 കുതിര, അതുപോലെ തുരുമ്പെടുത്ത 2-3 വാളുകൾ. ഇത് മാത്രമാണ് സ്വഹാബിമാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. എന്നാൽ യുദ്ധത്തിന് വേണ്ടി കടന്നു വന്ന അബൂജഹലിന്റെ അടുക്കലോ 980ഓളം പടയാളികളുണ്ട്. അതുപോലെ തന്നെ 600 പടയങ്കികളുണ്ട്, 200 കുതിരകളുണ്ട്, 700 ഒട്ടകങ്ങളുണ്ട്. വലിയ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പിലാണ് അബൂജഹലും കൂട്ടരും മക്കയിൽ നിന്നും ബദറിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിവരം കിട്ടി. അബൂജഹലും കൂട്ടരും അതാ ബദറിലേക്ക് വരുന്നുണ്ട്, യുദ്ധത്തിന് വേണ്ടി വരുന്നുണ്ട് എന്ന ആ വിവരം കിട്ടി. അള്ളാഹിന്റെ റസൂല് ഉള്ള സ്വഹാബിമാരെയെല്ലാം അണിയണിയായി നിർത്തുകയാണ്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ദുആ ചെയ്യാൻ അവരോട് പറയുകയാണ്. യുദ്ധത്തിന്റെ ആ കാഹളം മുഴങ്ങുകയാണ്. ഞാനിത് ചുരുക്കി പറയുകയാണ്. അങ്ങനെ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നു. അതിനു മുമ്പ് തലേ രാത്രി അള്ളാഹിന്റെ റസൂല് ഒരുപാട് കണ്ട് ദുആ ചെയ്തു. എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നളറ റസൂലുള്ളാഹ്, അള്ളാഹിന്റെ ഹബീബ് നോക്കുമ്പോൾ ഇലൽ മുശ്രിക്കീന വഹും അൽഫുൻ, ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ രാത്രി, പരിശുദ്ധമായ റമളാൻ മാസം 17-ാം രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി അങ്ങോട്ട് നോക്കുകയാണ്. എതിർഭാഗത്തേക്ക് തമ്പടിച്ചിരിക്കുന്ന മുശ്രിക്കീങ്ങളിലേക്ക് നോക്കുമ്പോൾ വഹും അൽഫുൻ, അവർ 1000-ഓളം ആളുകളുണ്ട്. വസുഹാബുഹു, നബി തങ്ങളുടെ സ്വഹാബിമാരാണെങ്കിലോ 313 പേരാണ്. അള്ളാഹിന്റെ റസൂൽ ഉടൻ തന്നെ സുജൂദിലേക്ക് വീണിട്ട് അള്ളാഹിന്റെ ഹബീബ് അവിടെ വെച്ച് പൊട്ടിക്കരയുകയാണ്. സുജൂദിൽ വെച്ച് കരയുന്നു. അതുപോലെ തന്നെ കൈകൾ ഉയർത്തിയിട്ട് എത്രത്തോളം നബി തങ്ങളുടെ തോളിൽ കിടന്ന ആ ഷോൾ പോലും താഴേക്ക് വീഴുന്ന തരത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ രക്കുന്നു. അല്ലാഹുവേ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ, ഈ
ചെറു സംഘത്തെ നീ എങ്ങാനും നശിപ്പിച്ചു കളഞ്ഞാൽ, മിൻ അഹ്ലിൽ ഇസ്ലാം, മുസ്ലിമീങ്ങളായ ഈ ചെറു സംഘത്തെ നീ നശിപ്പിച്ചു കളഞ്ഞാൽ, ലാ തുഅബദ് ഫിൽ അർള്, അല്ലാഹുവേ ഈ ദുനിയാവിൽ നിന്നെ ആരാധിക്കാൻ ഒരൊറ്റ മനുഷ്യൻ പോലും ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലേന്ന് രാത്രി ഇങ്ങനെ കരഞ്ഞു ദുആരക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ വിഷമിക്കുന്നത്? അങ്ങനെ പിറ്റേന്ന് രാവിലെ അതാ യുദ്ധം തുടങ്ങുകയാണ്. യുദ്ധം മൂർച്ഛിച്ചു വരികയാണ്. 313 സ്വഹാബിമാരെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവുന്നില്ല. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, പരിശുദ്ധമായ റമദാനാണ്, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അവരിങ്ങനെ യുദ്ധം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം അതാ അള്ളാഹുവിൻ്റെ വലിയ സഹായം, 3000ഓളം മലക്കുകൾ ആ ബദറിലേക്ക് ഇറങ്ങുന്നു. 70ഓളം ജിന്നുകളുടെ സഹായം അള്ളാഹു തആല കൊടുക്കുകയാണ്. 14 പേരാണ് സ്വഹാബിമാരുടെ ഭാഗത്ത് നിന്നും ഷഹീദായത്. 70ഓളം ശത്രുക്കൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ബദർ യുദ്ധത്തിന്റെ ഏകദേശ രൂപം ഞാൻ ചുരുക്കി പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്, ഈ ബദർ ദിനത്തിൽ കേവലം തുച്ഛമായ എണ്ണം സ്വഹാബിമാർ, ഈ തുച്ഛമായ എണ്ണം സ്വഹാബിമാർക്ക് വിജയം കിട്ടാനുള്ള കാരണം അവർക്ക് അള്ളാഹുവിലുള്ള തവക്കുലാണ്. എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ബദർ ദിനം കടന്നു വരികയാണ്. ഈ സമയത്ത് നമുക്കും ഉണ്ടാവേണ്ടത് വലിയ തവക്കുലാണ്. വലിയ തവക്കുലാൻ, അതായത് അള്ളാഹു എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി തരുമെന്ന വലിയ തവക്കുൽ, അതായത് അള്ളാഹുവിലേക്കുള്ള ഭരമേൽപ്പിക്കൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും പല പരീക്ഷണങ്ങളുടെയും അടിസ്ഥാന കാര്യം നമുക്ക് ദുആ ഇല്ല, തവക്കുലില്ല എന്നതിൻ്റെ വലിയ കുറവാണ്. അതുകൊണ്ട് വലിയ തവക്കുൽ ഉണ്ടാവണം. ഈ ബദർ യുദ്ധ സമയത്ത് മഹാന്മാരായ സ്വഹാബിമാർ അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ദുആയിൽ ഏർപ്പെട്ടിരുന്നു. എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബദർ ദിനത്തിൽ ഒരുപാട് ദുആ ചെയ്തു. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ദുആ എന്ന് പറഞ്ഞാൽ അത് മുഅ്മിനിന്റെ ആയുധമാണെന്നുള്ള വലിയ പാഠം കൂടി ഈ ബദർ ദിനം നമുക്ക് നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു ദുആയാണ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ സമയത്ത് നല്ല രൂപത്തിൽ, ആ സമയത്തെല്ലാം നമ്മുടെ പള്ളികളിലൊക്കെ ബദർ മൗലിദ് ഉണ്ടാകും, അതുപോലെ ബദരീങ്ങളെ പറ്റിയുള്ള അനുസ്മരണങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കുക. അതിനേക്കാൾ ഉപരി ബദർ ദിനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ് എന്ന ദിക്റാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ആ ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. അതുപോലെ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദുആയും നമ്മൾ അധികരിപ്പിക്കുക. അതുപോലെ നമ്മൾ തവക്കുലിന്റെ ആളുകളായി മാറണം. ബദരീങ്ങൾ അങ്ങനെയായിരുന്നു. എങ്ങനെ? അവർക്ക് വലിയ തവക്കുലുണ്ടായിരുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ആ ഒരു ദിക്റും നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പം 3 ദിക്റുകളാണ് ഈ ബദർ ദിനത്തിലും ഇനിയുള്ള സമയങ്ങളിലും നമ്മൾ അധികരിപ്പിക്കേണ്ടത്. ഒന്നാമത്തേത് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റാണ്. രണ്ടാമത്തേത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് അല്ലെങ്കിൽ ഹസ്ബിയല്ലാഹ് എന്നും പറയാം. രണ്ടും പറഞ്ഞാലും കുഴപ്പമില്ല. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ, അല്ലെങ്കിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. രണ്ടും പറയാം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ, അല്ലെങ്കിൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഇതാണ് രണ്ടാമത്തെ ദിക്ർ. മൂന്നാമത്തേത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ സമയത്ത് ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മാറാൻ ദിക്റുകൾ, ഈ ഒരു 3 ദിക്റുകൾ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ബദർ ദിനത്തിൽ അൽഹംദുലില്ലാഹ് ബദരീങ്ങൾക്ക് നൽകിയ വലിയ വിജയം പോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എല്ലാം അല്ലാഹു തആല മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതലായി എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത്, ബദരീങ്ങളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുക, അവരെപ്പറ്റി പറയുക. അവരെപ്പറ്റി പറയുന്നത് നമ്മൾ കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരെപ്പറ്റി പറയുന്നതും അവരെപ്പറ്റി പറയുന്നത് കേൾക്കലും ഇബാദത്താണ്. ഇവിടെ മഹാന്മാർ പറയുന്നുണ്ട്, ദിക്റുൽ അംബിയാഇ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറത്തു ദുനൂബ്. അംബിയാക്കളെ പറ്റി പറയുന്നത് ഇബാദത്താണ്. അതുപോലെ സ്വാലിഹീങ്ങളായ ഇതുപോലെ മഹാന്മാരായ ബദരീങ്ങളെ പറ്റിയൊക്കെ പറയൽ എന്താ?
എന്താണ്? അത് കഫാറത്തു ദുനൂബ്, നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ബദർ ദിനം കടന്നു വരുമ്പോൾ ബദരീങ്ങളെ ഒരുപാട് കണ്ട് ഓർക്കുക. ലോകത്ത് എത്രയോ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ അപൂർവമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ബദരീങ്ങളുടെ പേര്, ആ ബദർ ദിനത്തിൽ, ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആ സ്വഹാബാക്കളുടെ മുഴുവൻ ആളുകളുടെയും പേര് 313 എന്ന അഭിപ്രായമുണ്ട്, അല്ല 333 എന്ന അഭിപ്രായമുണ്ട്. 333 പേരുടെയും പേരുകൾ കിതാബുകളിൽ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എത്രയോ ഉമ്മമാർ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പല ഉമ്മമാർക്കും പല ഉപ്പമാർക്കും ഒരുപക്ഷെ അതൊക്കെ മനപ്പാടമുണ്ടാകും. നബിയിന വസയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കറിൻ വ ഉമറ വ ഉസ്മാന വ അലിയിൻ വ തുൽഹത വ സുബൈരി വ അബ്ദുറഹ്മാനി വ സഅദിൻ വ സഈദിൻ, ഇങ്ങനെ തുടങ്ങി ഓരോ സ്വഹാബിമാരുടെയും പേരുകൾ ഇങ്ങനെ മനപ്പാടമുള്ള എത്രയോ ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഒരു കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാ. കല്യാണ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ കൊച്ചുകുട്ടികൾ, ആ കൊച്ചുകുട്ടികൾ ആ മണവാട്ടിയുടെ ചുറ്റും ഇരുന്നു കൊണ്ട് ഇങ്ങനെ പാട്ടുകൾ പാടി ദഫ് കളിക്കുകയാണ്. അവർ ഇടക്കിടക്ക് ബദരീങ്ങളെ പറ്റി ഇങ്ങനെ പാടുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബാക്കളുടെ ആ ഒരു ശ്രേഷ്ഠതയും അവരുടെ ഫളീലത്തെല്ലാം പാടിക്കൊണ്ട് അവരിങ്ങനെ പാട്ടുകൾ പാടുന്നു, ദഫ് മുട്ടുന്നു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. നബിതങ്ങൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ ആ ബദരീങ്ങളെ പറ്റിയുള്ള പാട്ടുകൾ മാറ്റിയിട്ട് നബിതങ്ങളുടെ മഹത്വം, നബിതങ്ങളുടെ പാട്ടിങ്ങനെ പാടുകയാണ്. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി തുടങ്ങിയ വരികൾ ഇങ്ങനെ പാടുന്ന സമയത്ത് നബിതങ്ങൾ പറഞ്ഞു, എന്നെപ്പറ്റി ഇപ്പം പാടണ്ട, ഇപ്പം നിങ്ങൾ ബദരീങ്ങളെ പറ്റി പാടിൻ, അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ചില ആളുകൾ എന്തൂട്ട് ബദർ, എന്തൂട്ട് ബദരീങ്ങൾ, എന്തിനാണ്, വെറുതെ ഷിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണെന്നൊക്കെ പറയുന്നവരുണ്ട്. പറയുന്നവരങ്ങനെ പറയട്ടെ, പറയാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷമാണ്. കാരണം അവരുടെ വിജയമാണ് നമ്മുടെയും വിജയം. അവരന്ന് വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നിവിടെ മുസ്ലിമീങ്ങളായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. നമുക്കറിയാമല്ലോ, ഇന്ന് സമകാലിക സാഹചര്യത്തിൽ മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ എത്രയോ സ്ഥലങ്ങളിലാണ് പാവപ്പെട്ട മുസൽമാന്മാർ അടിച്ചമർത്തപ്പെടുന്നത്, അക്രമങ്ങൾക്ക് ഇരയാകുന്നത്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ മുതൽ തുടങ്ങുകയാണ്. എന്തിനേറെ നമ്മുടെ സംസ്ഥാനത്തും എത്രയോ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഒരൊറ്റ കാര്യം, മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ. അതിൽ യാതൊരു സംഘടന വ്യത്യാസമില്ല, എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ചരിത്രമാണ് ബദർ ദിനത്തിൻ്റെ ചരിത്രം. നമുക്ക് വരാം, ബദരീങ്ങളിലേക്ക് വരാം, അവരെ നമുക്ക് അനുസ്മരിക്കാം, അവരുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് പാഠം ഉൾക്കൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബാക്കളുടെയും പേര് പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് ഉലമാക്കൾ കണിശമായി കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. ബദർ മൗലൂദ് ഓതുന്ന സമയത്ത് അതിൽ കാണുന്ന ഒരു വാക്കാണ് മഹാന്മാർ എഴുതി വെക്കുകയാണ്. നിശ്ചയമായും ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് ചെയ്യുന്ന ദുആ, ആ ദുആ അല്ലാഹു തആല ഉത്തരം ചെയ്യും, ഉത്തരം ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇജാബത്ത് ഉണ്ടായേക്കാം എന്നല്ല. ഇന്ന ദുആ മുസ്തജാബുൻ, നിശ്ചയമായും അതിൽ യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവും വേണ്ട. അതിലെന്തുണ്ട്? ഉത്തരമുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഇജാബത്ത് ഉണ്ടാകും, മറുപടി ഉണ്ടാകും, അത് തീർച്ചയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ ദിവസം നമ്മുടെ പള്ളികളിലൊക്കെ ബദർ മൗലൂദ് ഉണ്ടാകും, അതുപോലെ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന പല പരിപാടികളുണ്ടാകും. അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ബദർ മൗലൂദ് ഓതാൻ അറിയാവുന്നവർ അത് ഓതുക, അല്ലെങ്കിൽ അത് ഓതുന്നത് കേൾക്കാൻ പറ്റുമെങ്കിൽ അത് കേൾക്കുക. ബദരീങ്ങളെ പറ്റി പറയുക, അവരെ സ്മരിക്കുക. അതൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വലിയ കാരണമാണ്. ഏറ്റവും ഉപരിയായി ചെയ്യേണ്ടത്, ബദരീങ്ങൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച 3 ദിക്റുകൾ നമ്മളിവിടെ പറയുകയുണ്ടായി. ആ ദിക്റുകൾ ഇങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. അത് ഈ ക്ലാസ് കേൾക്കുന്നത് മുതൽ 17-ാം രാവ്, അതായത് 17 ബദർ ദിനത്തിൻ്റെ ആ ദിവസം മാത്രമല്ല, ഇനിയുള്ള നമ്മുടെ എല്ലാ ദിവസങ്ങളിലും, പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ ഇത് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകുക. അതുകൊണ്ട് ബദർ ദിനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ആരാണ് ബദരീങ്ങൾ എന്ന് പറഞ്ഞു, ബദർ യുദ്ധം എങ്ങനെയാണ് നടന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ബദർ ദിനം കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട, നമ്മൾ പറയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം നമ്മൾ തയ്യാറാവുക. അല്ലാഹു തആല നമുക്ക് ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാനിൽ വ്യത്യസ്തമായ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന ഈ വീഡിയോകൾ നിങ്ങൾ കാണുക.
ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകൾ കിട്ടാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ, അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബദരീങ്ങൾക്ക് ബദറിൽ അല്ലാഹു കൊടുത്ത വിജയം പോലെ നമ്മുടെ ജീവിതത്തിലും അല്ലാഹു നല്ല നല്ല വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടോ, പ്രശ്നങ്ങളിൽ അകപ്പെട്ടുപോയോ, അല്ലാഹു എല്ലാവർക്കും സമാധാനം നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. എന്തെല്ലാം രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ബദരീങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ എങ്കിലും നമുക്ക് ഓതാൻ പറ്റിയാൽ അത് വളരെ ഖൈറാണ് ഇൻഷാ അല്ലാഹ്. ആ ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.